ജീവിതങ്ങൾ സഹിക്കാൻ തയ്യാറാവും. പക്ഷേ അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹിന്റെ തൃപ്തിയെ നേടുവാൻ വേണ്ടി അതിനാവശ്യമായ കാര്യങ്ങൾ ഗ്രഹിക്കുവാനും അത് ജീവിതത്തിൽ കൊണ്ടുവരുവാനും നമ്മൾ മുന്നോട്ട് വരുന്നില്ല. ഇത് നമ്മൾക്കുള്ള വലിയതായ ഒരു അബദ്ധമാണ്. ശൈത്താൻ നമ്മളെ വഞ്ചിതരാക്കിയിരിക്കുകയാണ്. ഈ വഞ്ചനയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ മഹാത്മാക്കളായ മഹാന്മാരുടെ നിസ്ബത്ത് ബന്ധം കരസ്ഥമാക്കി അവരിന്ന് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ മുസ്ലിയാർ ഇന്ന് വളരെ സുഖമായി വിശ്രമിക്കുന്നു. അവരെ ഓർക്കാൻ അല്ലാഹു തആല ഒരുപാട് ജനങ്ങളെ നിലനിർത്തിയിരിക്കുക. അപ്പൊ അവർ ഏതൊരു നിഅമത്താണ് സ്വയം ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് സ്വയത്തിനെ ഇല്ലാതാക്കി അള്ളാഹുവിനെ വെളിവാക്കിയവർ. അപ്പൊ അല്ലാഹു തആല അവരെ വെളിവാക്കുന്നു, അവരെ നിലനിർത്തുന്നു, അവരെ ഓർമ്മയെ നിലനിർത്തുന്നു. അപ്പൊ ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് വലിയതായ വിജയം അല്ലാഹു തആല നൽകുന്നതിന്റെ കാരണം അവർ യഥാർത്ഥ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചതിന്റെ കാരണത്താലാണ്. തൗഹീദ് അനുഭവിച്ചറിയുന്നവൻ സ്വയത്തിനെ മായ്ച്ചു കളഞ്ഞ് അള്ളാഹുവിനെ വെളിവാക്കുന്നവരായിരിക്കും. അള്ളാഹുവിന്റെ ദീനിനെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഏത് പ്രയാസവും സഹിക്കുന്നത് അവർക്കൊരു വിഷയമാവുകയില്ല. അങ്ങനെ ജീവിച്ചൊരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ മുസ്ലിയാർ. ഈ പള്ളി ഉണ്ടാക്കിയതും ഇവിടെ മൂതൂർ വേറൊരു പള്ളി ഉണ്ടാക്കിയതൊക്കെ ചരിത്രങ്ങൾ ഇവിടെ പറയാറുണ്ട്. അങ്ങനെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ പൈസ ഉണ്ടായിട്ടല്ല, പണമുണ്ടായതിന്റെ പേരിലല്ല. ഈ പള്ളിയൊക്കെ അക്കാലത്തൊക്കെ പള്ളി നിർമ്മിക്കാന്നൊക്കെ പറഞ്ഞാല് അതൊക്കെ എത്ര വലിയൊരു വിഷയമാണ്. അള്ളാഹുവിന്റെ ദാത്തിലുള്ള ഉറച്ചതായ ഉറപ്പ് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൽ നിന്ന് സഹായം നേടിക്കൊണ്ട് അള്ളാഹുവിൽ നിന്ന് കരസ്ഥമാക്കിക്കൊണ്ടാണ് അവര് ദീനീ സേവനങ്ങൾ ചെയ്തിരുന്നത്. അള്ളാഹു മാത്രമാണ് അവർക്ക് ലക്ഷ്യം. കാരണം അവരുടെ ദൃഷ്ടിയിൽ അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമായി മാറിയിരുന്നു. നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറയും, നമ്മളെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമല്ല. അതുകൊണ്ടാണ് ദീനിന് വേണ്ടി വല്ലതും ചെയ്യൽ നമുക്ക് പ്രയാസമാകുന്നത്. നേരെ മറിച്ച് നമ്മളെ ദുന്യാവി ഇച്ഛകളെ പൂർത്തിയാക്കാൻ നമ്മൾ കഷ്ടപ്പെടാത്ത കഷ്ടപ്പാടുകളൊന്നുമില്ല. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ വിഷയം ദീർഘിപ്പിക്കുന്നില്ല. പല മഹാന്മാരുടെയും പ്രസംഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരാനുണ്ട്. വിഷയങ്ങൾ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രമാണ്. അതായത് ബഹുമാനപ്പെട്ട ഈ മഹാത്മാക്കളുടെ പ്രാധാന്യം എന്തുകൊണ്ടാണ്? അവര് സ്വയത്തിൽ നിന്ന് വിരമിച്ച് ഹഖ് സുബ്ഹാനഹു വ തആലയിൽ ഫനാ ആയിക്കൊണ്ട് ജീവിച്ചതിന്റെ നേട്ടമാണ്. റൂഹുൽ ബയാൻ തഫ്സീർ എടുത്ത് നോക്കിയാലോ, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ എന്ന ആയത്തുകളെ തുടർന്നുകൊണ്ട് അതിന്റെ തഫ്സീറുകൾ വ്യാഖ്യാനിക്കുന്നത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം. മഹാനവറുകൾ പറയുന്നു, അള്ളാഹുവിന്റെ ഹദറത്തിൽ ഇബാദത്തുകൾ ധാരാളമുണ്ട്. മലക്കുകളുടെ ഇബാദത്തുണ്ട്, എല്ലാ സൃഷ്ടികളുടെയും ഇബാദത്തുണ്ട്. എല്ലാവരും ധാരാളം ഉംറയും ഹജ്ജും നിസ്കാരങ്ങളും നോമ്പുകളും ഇതുകൊണ്ട് ഇങ്ങനെ സമുദ്രം പോലെ നിറഞ്ഞു നിൽക്കാൻ. പക്ഷേ ഇതിൻ്റെ ഇടയിൽ യാഥാർത്ഥ്യമായി അള്ളാഹുവിന്റെ അളമത്തിനെ അനുഭവിച്ചുകൊണ്ട് സ്വയത്തിനെ ഫന ആക്കിക്കൊണ്ട് ഹക്കിന്റെ ശുഹൂദിൽ ഇബാദത്തെടുക്കുന്ന ഇബാദത്തുകൾ വളരെ വിരളമാണ്, വളരെ കുറവാണ്. അങ്ങനത്തെ ഇബാദത്താണ് അള്ളാഹുവിന് ആവശ്യം. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അതിനാ പറയാ ഗായത്തു തഅലീം, അങ്ങേയറ്റ ബഹുമാനം അള്ളാഹുവിന് നൽകണം. എന്താ ഈ ഗായത്തു തഅലീം? അങ്ങേയറ്റ ബഹുമാനം എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങേയറ്റത്തെ ബഹുമാനം ഇബാദത്തിൽ ഉണ്ടാവുന്ന സമയത്തെ അത് ഇബാദത്താവുകയുള്ളൂ. അങ്ങേയറ്റ ബഹുമാനം എന്ന് പറഞ്ഞാൽ എന്തിന്റെ പേരാണ്? അത് നമുക്ക് മനസ്സിലാവണം. അത് കാരണം മഹാനവറുകൾ തഫ്സീറിൽ വിവരിക്കുന്നു, കുട്ടികൾ നിസ്കരിക്കുന്ന നിസ്കാരം അത് ഇബാദത്തല്ല. കാരണം കുട്ടികൾക്ക് ഗായത്തു തഅലീം, തഅലീമിന്റെ അങ്ങേയറ്റം എന്ന് പറഞ്ഞാൽ എന്താന്ന് കുട്ടികൾക്ക് അറിയില്ല. അതുകൊണ്ട് അവര് നിസ്കരിക്കുന്ന നിസ്കാരം ഇബാദത്തല്ല, നിസ്കരിക്കാനുള്ള ഒരു പരിശീലനം മാത്രമാണ്. അതുപോലെ തന്നെയാണ് ജാഹിലീങ്ങളായ ഗാഫിലീങ്ങളുടെ നിസ്കാരവും അതുപോലെ തന്നെയാണ്, അതൊന്നും ഇബാദത്തല്ല എന്ന് ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ അവരുടെ തഫ്സീറുകളിൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ വിവരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇതിൽ നിന്ന് നമ്മൾ കുറെ ഇബാദത്ത് ചെയ്യുന്നവരാണ് നമ്മൾ തന്നെ സംബന്ധിച്ച് വിലയിരുത്തുന്നു. നമ്മളെ ഇബാദത്താവുന്നുണ്ടോ? ഗായത്തു തഅലീം, അങ്ങേയറ്റം അല്ലാഹുവിനെ ബഹുമാനിക്കുക എന്ന അവസ്ഥ നമ്മുടെ നിസ്കാരത്തിൽ സംഭവിക്കുന്നുണ്ടോ? പൂർണ്ണമായ ദില്ലത്തിന്റെ അങ്ങേയറ്റത്തെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ?
ഇത് നമ്മൾ നമ്മുടെ നിസ്കാരങ്ങളിൽ ചിന്തിക്കേണ്ട കാര്യം.